ഹാമിദ് ഗസാലി കാഫിറാണെന്നാണ് വഹാബി മതം. ഗസാലി ഇമാം കാഫിറ, ശഅറാനി ഇമാം കാഫിറ. ഇതാണ് ആര് പറയുന്നത്? വഹാബികൾ പറയുന്നു. ഇവരുടെ ആദ്യത്തെ ആളാരാ? ഖവാരിജ. ഖവാരിജ് കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് പറയൽ എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ ഇത് പഠിച്ചോനാണ്. ഇനി നിങ്ങൾ ഇഷ്ടം, നിങ്ങൾ വഹാബിയാവേ ആവാതിരിക്കേ നിങ്ങൾ ഇഷ്ടം. ലോകത്തെ സംഭാവനകൾ, ഇസ്ലാമിന് സംഭാവനകൾ അർപ്പിച്ച ഇമാമിങ്ങളല്ല പല ഇമാമിങ്ങളും ഇവരെ ഭാഷയിൽ കാഫിറാണ്. അത് നമ്മൾ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയൂല. അവരറിയാതെ വഹാബിയായി പോയതാണ്. പാവങ്ങൾ അത് പഠിക്കണം. അവരെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ സമസ്തയാകലോ മറ്റല്ല, ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം. പക്ഷേ വഹാബിന്ന് പോകുന്ന സുന്നിയാണ്. വഹാബിയിൽ രാജിവെച്ച് സുന്നിയാകണം. ആയിക്കോ കൽബിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടും. സുന്നിയായിക്കോ മനുഷ്യ. സുന്നിയായ മനുഷ്യന് കൽബിലേക്ക് അടിക്കുന്ന ഒരു പൂങ്കാറ്റ് അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. സുന്നിയായിക്കോ, സുന്നിക്ക് കിട്ടുന്ന കൽബിലെ ഒരു കാറ്റുണ്ട്, അത് ആസ്വദിക്കാന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു അതിന്റെ ഒരു സുഗന്ധം മനോഹരം. അല്ലേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരു ബദർ ബൈത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഗന്ധമുണ്ട്. അവരാരാ? ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദർ ഫഖാല ഇഅ്മലു മാ ശിഅ്തും. ബദർ കഴിഞ്ഞപ്പോൾ അല്ലാഹു ബദരീങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ശിക്ഷിക്കൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളെ നരകത്തിലിടൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്താലും നരകത്തിലിടൂല എന്ന് വ്യംഗ്യാർത്ഥം. വ്യംഗ്യർത്ഥത യമലും ആശീത്തും. നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്യുന്നല്ല. പക്ഷെ അത് അള്ളാന്റെ സന്തോഷമാണ്. മനസ്സിലായ പറഞ്ഞു. നമ്മളൊരു മകൻ നമുക്ക് അത്രയും വലിയ ഒരു ഉപകാരം ചെയ്തു തന്നാ പറയില്ലേ, എന്റെ കുട്ടി നീ എന്ത് ചെയ്താലും ബാപ്പാക്ക് പ്രശ്നമില്ല. മകളെ കെട്ടിക്കാന് ഒരു മിനിങ് പൊന്നില്ലാത്ത സമയത്ത് മകൻ എന്ത് ചെയ്തു? ഗൾഫിൽ നിന്ന് വന്നിട്ട് 50 പവൻ പൊന്ന് വാങ്ങിക്കൊടുത്ത് എല്ലാ കല്യാണമൊക്കെ നടത്തിയ ബാപ്പ പിടിച്ച് പറയില്ലേ, നീ എന്റെ കുട്ടി എന്ത് പറഞ്ഞാലും ബാപ്പാക്ക് പ്രശ്നമല്ല കേട്ടോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വാക്കാണ് എന്ത്? നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശിക്ഷയില്ല എന്നർത്ഥം. ഈ രൂപത്തിലാണ് ബദർ കഴിഞ്ഞപ്പോൾ ബദരീങ്ങളെ നോക്കി അല്ലാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ബദരീങ്ങളെ ബദർ ബൈത്ത് ചെല്ലുമ്പോ ഇവിടെ കിട്ടുന്ന രസം അത് വല്ലാത്തതാണ്. അത് വല്ലാ